മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രിസം അല്ലെങ്കിൽ സ്തംഭങ്ങൾ പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കായ വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിൽ 208ാമത്തെ ഒരു പേരിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കുട്ടി, എന്താ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് അതിന്റെ മുമ്പേ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ക്ലാസ് മലയാളം മീഡിയത്തിൽ കൂടി ചെയ്യുമോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടിയും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ മലയാളം മീഡിയം രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് സമയത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള റിപ്ലൈ നമ്മൾ വീഡിയോ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ഇന്റിമസി ഡെവലപ്പ് ആവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമന്റ് ബോക്സിൽ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ഞാൻ വിചാരിക്കണത് നമ്മൾ ഇന്റിമസി ഇങ്ങനെ ഡെവലപ്പ് ആവുന്നത് ഈ ഒരു വീഡിയോ കൂടെ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ഡെവലപ്പ് ആവുന്നത് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു തോന്നലുകൾ അങ്ങനെയാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു കമന്റ് ഇട്ടതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് കമന്റുകളൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മളെ ക്ലാസ്സുകൾ നല്ലതാവുകയാണെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് പറയുള്ളൂ. ഇതേപോലത്തെ കമന്റുകൾ അപ്പോഴേ നമുക്ക് മാറ്റങ്ങൾ എന്തായാലും കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പറഞ്ഞു വന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ മലയാളം മീഡിയം ക്ലാസ്സും രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ മലയാളം മീഡിയം കൂടുതലും ഒരു 75% മലയാളം മീഡിയം കുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല. ഞാൻ വേറെയും യൂട്യൂബിൽ കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് ബോക്സ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളം കൂടി ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ ക്ലാസ് മലയാളത്തിലായിക്കൂടെ എന്നുള്ള ചിന്താഗതിയിലോട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറയാലോ, രണ്ടും ചെയ്യാൻ നമുക്ക് സമയത്തിന്റെ പ്രശ്നമാണ്. പിന്നെ മലയാളം മീഡിയം മൊത്തത്തിൽ മലയാളം മീഡിയം ആക്കാനും പറ്റില്ല, മൊത്തത്തിൽ ഇംഗ്ലീഷ് മീഡിയം ആക്കാനും പറ്റില്ല. കാരണം എന്താ ചോദിച്ചാല് രണ്ടാൾക്കും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിലവിൽ നമ്മൾ ടേമുകൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷും മലയാളം മിക്സ് പറയുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ തെറ്റ് പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോഴാണ് നമ്മൾ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മെൻഷൻ ചെയ്യണം. അത് കൺഫ്യൂഷൻ ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ തോന്നും. ചിലപ്പോൾ ഞാനും ഒന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും ചെറിയൊരു ലാഗ് അവിടെ തോന്നും. അപ്പോൾ രണ്ടും പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കമന്റ് ബോക്സിനുള്ള റിപ്ലൈ എന്ന് പറയുന്നത്, ഇനി അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ 75% മലയാളം മീഡിയം കുട്ടികളാണ് എന്നുണ്ടെങ്കിലും അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ് നമുക്ക്, അപ്പൊ അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 75% മീൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ 75% ആക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ അതൊന്ന് കമന്റ് ആക്കിയിട്ട് രേഖപ്പെടുത്തോണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ മലയാളം മീഡിയത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് ടേമുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് അതിന്റെ കൂടെ പിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തായാലും മാറ്റങ്ങൾ നമ്മൾ എന്തായാലും കൊണ്ടുവരും. അപ്പൊ കമന്റ് ഇട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്തരം കമന്റുകളൊക്കെ എന്തായാലും നിങ്ങൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് അഭിപ്രായപ്പെടും വേണം. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വളർത്തി കൊണ്ടുവരിക. ഓക്കെ, അഗെയിൻ നമ്മളെ ഇതിലേക്ക് പോവാം. നമ്മൾ അടുത്ത ഈ ഒരു ചാപ്റ്റർ ഏകദേശം തീരാനായി. ഇപ്പോൾ ഇത്രയും നമ്മൾ വന്നിട്ടുള്ളത് മലയാളം മീഡിയത്തിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമ്മൾ അടുത്തൊരു കാര്യം നമ്മൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ അടുത്ത കാര്യം എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. രണ്ടും നമുക്ക് കമ്പാരിറ്റീവ് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റെഡി ആണോ? എഗെയിൻ നമ്മൾ വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസിലേക്ക് നമുക്ക് പോവാണ്. ആരതാന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഈ വക്രതലം ആർക്കുണ്ടാവാം? സിലിണ്ടറിനാണ് അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിനാണ് വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു സ്തംഭത്തിന്റെയും വോളിയം കാണാൻ നമുക്ക് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ നമുക്ക് അറിയണ്ടെന്ന്. പാദപരപ്പ് അല്ലെങ്കിൽ പാദപരപ്പളവ് ഇൻറ്റു ഉയരം ഗുണിച്ചാൽ മതി എന്ന്. ഏതൊരു സ്തംഭത്തിന്റെയും, അത് വൃത്തസ്തംഭം ആയിക്കോട്ടെ, സിലിണ്ടർ ആയിക്കോട്ടെ, ഇപ്പൊ ചതുരസ്തംഭം ആയിക്കോട്ടെ, റെക്ടാങ്കുലർ പ്രിസം ഒക്കെ ആയിക്കോട്ടെ, അപ്പൊ ഇയാളുടെ ഒക്കെ വോളിയം, അതായത് ഏതൊരു പ്രിസത്തിന്റെയും വോളിയം കാണാൻ നമുക്ക് അറിയേണ്ടത് പാദപരപ്പ് അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണെന്ന്. അത് മറന്നു പോകരുത്. ബേസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ മാറിപ്പോവും. അത് നമുക്ക് അറിയാതെ ഇങ്ങനെ വന്നോളും ആരൊക്കെ എന്തൊക്കെയെന്നൊക്കെ. ഓക്കെ, നമ്മൾ ഇന്ന് പറയുന്നത് വക്രതലം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ്. ഈ കർവ്ഡ് സർഫസ്, അതായത് നമ്മളെടുത്ത് രണ്ട് ചങ്ങായിമാരുണ്ട്. ഇയാളാണ്, ഇയാളുടെ വ്യാപ്തം കാണാനൊക്കെ നമ്മൾ പറഞ്ഞു.
ഇയാളുടെ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ പഠിക്കണം. ഈ ഒരു സംഭവത്തെ കാണാൻ, അതായത് ഈ ഒരു സംഭവത്തെ, പേരുകൾക്ക് മാറ്റുള്ള ആ പേരുകളൊക്കെ എന്താണുള്ളത്, ഈ ഒരു സംഭവത്തെ കാണാൻ പാദചുറ്റളവും ഉയരവും ഗുണിച്ചാൽ മതി. ഈ ഒരു സംഭവം കാണാൻ പാദചുറ്റളവും ഉയരവും, നമ്മളിതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇയാളൊരു വൃത്തസ്തംഭമാണെങ്കിൽ ഇയാളെ നമ്മൾ പറയും വക്രതലം, അല്ലെങ്കിൽ എന്താ പറയാ, കേർവ്ഡ് സർഫസ് എന്ന് പറയും. ഓക്കെ, വക്രതലം അല്ലെങ്കിൽ വക്രമുഖം അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് എന്ന് പറയും. അപ്പോൾ ഇയാൾ ഇങ്ങനത്തെ സ്തംഭങ്ങളാണെങ്കിൽ, സൈഡൊക്കെ ചതുരമാണെങ്കിൽ ഇയാളെ നമ്മൾ ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ പാർശ്വമുഖം എന്നൊക്കെ പറയും. ഓക്കെ, അത് കാണാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാദചുറ്റളവും അല്ലെങ്കിൽ ബേസ് ഏരിയയും ബേസ് പെരിമീറ്ററും ഹൈറ്റും തമ്മിൽ ഗുണിച്ചാൽ മതി. ഓക്കെ, റെഡി ആണോ? സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, അത് പേരുകളിൽ മാത്രമേ മാറ്റുള്ളൂ. നമുക്ക് എഗെയിൻ ചോദ്യത്തേക്ക് വരിക. 208 പേജിന് ഒന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. ഒരു സ്കൂൾ കെട്ടിടത്തിൽ വൃത്തസ്തംഭാകൃതിയിലുള്ള 12 തൂണുകളുണ്ട്. സ്കൂൾ കെട്ടിടമാണ്, ഇപ്പൊ എന്താ, വൃത്തസ്തംഭാകൃതിയിലാണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇപ്പൊ 12 പില്ലേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെയും പാദവ്യാസം അല്ലെങ്കിൽ ബേസ് ഡയമീറ്റർ 1/2 മീറ്ററും ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് 4 മീറ്ററും ആണ്. ഓക്കെ, പറഞ്ഞ കാര്യം നമുക്ക് വൃത്തിയായിട്ടൊന്ന് വരച്ചു വെക്കാം. പില്ലറാണ്. എങ്ങനെയാണ് പില്ലർ? വൃത്തസ്തംഭാകൃതിയിലാണ്, ചതുരാകൃതിയിലല്ല. അപ്പൊ പില്ലർ നമ്മൾ ഏകദേശം ഇങ്ങനെ വരും. നമ്മൾ പില്ലർ എന്ന് പറയുന്നത്, മക്കളെ, ഈ ഒരു പില്ലറിന് നമ്മൾ ശ്രദ്ധിക്കണം. പില്ലർ മുകളിൽ ഓപ്പൺ അല്ല, മീൻസ് മുകളിൽ എന്താ, റൂഫുമായിട്ട് ക്ലോസ് ആണ്, താഴെ എന്താ, ബേസുമായിട്ടും ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് ഒരു പില്ലറിന്റെ ഈ ഭാഗം മാത്രമേ നമ്മൾ കാണുള്ളൂ. ഓക്കെ, ആ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഈ വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിന്റെ 12 തൂണുകളുടെ ഓരോന്നിന്റെയും ഒരാളെയാണ് പെടുത്തുന്നത്. അങ്ങനെ 12 ആൾക്കാരുണ്ട്. ഒരാൾക്ക് അവരുടെ പാദവ്യാസം, ഇതാണ് പാദവ്യാസം അല്ലെങ്കിൽ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 1/2 മീറ്റർ ആണ്. ബേസ് ഡയമീറ്റർ 1/2 മീറ്റർ ആണ്. ഓക്കെ, 1/2 മീറ്റർ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അയാളുടെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇതാണ് നമ്മളുടെ ഉയരം. അതെന്താ, 4 മീറ്ററും ആണ്. ആയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ ചിത്രമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ചോദ്യത്തേക്ക് വരികയാണ്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. ഒരു തൂണിന്റെ 12 ഉണ്ട്, ഒരാളുണ്ട്. ഒരു തൂണിന്റെ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ. വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ഏരിയ, ഇതാണ് നമ്മളുടെ തൂണ്. ഇവിടെ റൂഫുമായിട്ട് ക്ലോസർ ആണ്, താഴെ എന്താ, ബേസുമായിട്ടും ക്ലോസർ. അപ്പൊ നമ്മൾ കാണുന്നത് ഒരു തൂണിന്റെ ഇത് മാത്രമായിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് വക്രതലം അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ, വക്രതല പരപ്പളവ് അല്ലെങ്കിൽ വക്രമുഖ പരപ്പളവ് എന്നൊക്കെ എഴുതാം, അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് നമുക്ക് എഴുതാം. ഏതൊരു സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു പ്രിസത്തിന്റെയും ഈ ഭാഗം, ഇയാൾ വൃത്തസ്തംഭമാണ്, ഇയാൾ സിലിണ്ടർ ആണ്, അത് ഇയാൾക്ക് എന്താ, വക്രതലം അല്ലെങ്കിൽ കേർവ്ഡ് സർഫസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു വൃത്തസ്തംഭത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു പ്രിസത്തിന്റെയും ഈ ഭാഗം കാണാൻ പാദചുറ്റളവും അതായത് ബേസ് പെരിമീറ്ററും ഹൈറ്റും ഗുണിച്ചാൽ മതി. ഓക്കെ, ആരൊക്കെ? ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ പാദചുറ്റളവും ഉയരവും ഗുണിച്ചാൽ മതി. അതായത് വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. നമുക്ക് ചെയ്തൂടെ? ബേസ് എന്ന് പറയുന്നത് വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ചുറ്റളവ് തന്നെയായിരിക്കും ഇയാൾക്ക്. നമുക്കറിയാം സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണെന്ന്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാള് നമ്മൾ h എന്ന് എടുത്തു. അപ്പൊ ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും അല്ലെങ്കിൽ എന്താ പറയാ, ഏതൊരു സിലിണ്ടറിന്റെയും ഈ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് 2πrh. ഇത് കാര്യം നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ഈ രീതിക്ക് ആക്കാനും നമുക്ക് പറ്റണം. അപ്പൊ 2πrh ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. 2 നമുക്കറിയാം, π നമുക്കറിയാം, റേഡിയസ് തന്നിട്ടുള്ളത് ബേസ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. ഡയമീറ്റർ d ഈക്വൽ ടു 1/2 ആണ്. അതിൽ നമ്മൾ റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. r ഈക്വൽ ടു എന്ന് പറഞ്ഞൂടെ, ഇതേ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പൊ 1/4 എന്ന് വരും. ഓക്കെ, റേഡിയസ് 1/4 എന്ന് കിട്ടി. എഗെയിൻ ഇയാളെ നമ്മൾ 1/4 എന്ന് എഴുതാൻ നിൽക്കുന്നില്ല. ഇനിയിപ്പോ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല, എഴുതാം. ഓക്കെ, 1/4 ഇൻറ്റു ഹൈറ്റ് 4 ആണ്.
മക്കളെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. നോക്കടാ, ഇവിടെ ഒരു ആറുണ്ട്. രണ്ടാറ് ചേരുമ്പോഴല്ലേ, അല്ലെങ്കിൽ രണ്ടാരങ്ങൾ ചേരുമ്പോഴല്ലേ വ്യാസം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈ 2r പകരം 1/2 എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ 6 ഇങ്ങനെ എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാദ ചുറ്റളവ്, ഒരു വൃത്തത്തിന്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത് വ്യാസത്തിന്റെയും അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ പൈ മടങ്ങാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 2r പകരം 1/2 എഴുതിയാലും കുഴപ്പമില്ല. 2r പകരം 2r പകരം 1/2 എഴുതിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഓരോന്ന് 6 കണ്ടിട്ട് ചെയ്താലും പ്രശ്നമില്ല, നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതേപോലെ സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടു, ഈ 4നെയും നമ്മൾ കട്ട് ചെയ്തു 2π എന്ന് കിട്ടി. 2π എന്താണ് മക്കളെ? 2π വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ആണ്. അപ്പൊ പരപ്പളവായതുകൊണ്ട് തന്നെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് ഫസ്റ്റത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി 2π മീറ്റർ സ്ക്വയർ. നമ്മളെന്താ സൈഡിൽ പൈക്ക് വാല്യൂ ഒക്കെ കൊടുത്തിട്ട് ഗുണിക്കാനൊക്കെ പോകണം കേട്ടോ. നമുക്ക് ഇതില് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എല്ലാ തൂണുകളും മൊത്തം നമുക്കിവിടെ 12 തൂണുകളുണ്ട്. ആയിക്കോട്ടെ, ചായം പൂശുന്നതിന് അല്ലെങ്കിൽ പെയിന്റ് അടിക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതേപോലെ 12 തൂണുകളുണ്ട്. ആ 12 തൂണുകളിലും നമുക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര രൂപയാവും എന്നാണ് ചോദിക്കുന്നത്. അതിൽ ചതുരശ്ര മീറ്ററിന് 80 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കടാ, ഇവിടെ ഒരു തൂണിന് മൊത്തം 2π ചതുരശ്ര മീറ്റർ ആണ്. 2π മീറ്റർ സ്ക്വയർ ആണ്. ഈ 2π മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതും ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. അപ്പൊ ഒരു തൂണിന് 2π മീറ്റർ സ്ക്വയർ ആണ് അല്ലെ സോറി, ഒരു തൂണിന് എന്ന് പറയുന്നത് 2π മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. അതിന്റെ രൂപ ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപ. അങ്ങനെയാണെങ്കിൽ 2π ചതുരശ്ര മീറ്ററിന് എത്രയായിരിക്കും? ഒരു തൂണിന്റെയാണ്. അപ്പൊ ഒരു തൂണിന് നമുക്ക് എഴുതിക്കൂടെ? ഒരു തൂണിന് എത്ര രൂപയാവും നമുക്ക് എഴുതിക്കൂടെ? ഒരു തൂണിന് സമം, ഒരു തൂണ് എന്ന് പറയുന്നത് 2π ചതുരശ്ര മീറ്റർ ആണ്. അപ്പൊ ഒരു ചതുരശ്ര മീറ്ററിന് 80 രൂപയാണ്. അപ്പൊ 2π ചതുരശ്ര മീറ്ററിന് എത്രയായിരിക്കും? അപ്പൊ 2π × 80 ആയിരിക്കും. 2 × 16 ആണ്, 160 π രൂപയായിരിക്കും. രൂപയാണ് കേട്ടോ, രൂപയാണ്. നമ്മൾ രൂപയാണ് കണ്ടത്. അപ്പൊ ഒരു തൂണിന് ചെലവാകുന്നത് ഇത്രയാണ്. അപ്പൊ 12 തൂണിന് എത്രയായിരിക്കും? നമുക്ക് അതിന് 12 കൊണ്ട് ഗുണിച്ചാൽ 12 തൂണിന് സമം. നമ്മള് വലിയ ഡെക്കറേഷനിലൊന്നും അല്ല കേട്ടോ വഴിയതാണ്, നിങ്ങൾ ഡെക്കറേഷൻ കൂട്ടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഒരു തൂണിന് എന്ന് പറയണത് ഇത്ര രൂപയാണെങ്കിൽ 12 തൂണിന് എത്രയായിരിക്കും? 12 × 160 രൂപ സമം 12 π. ഇവിടെ ഒരു പൈ കൂടി ഉണ്ടോ, ഈക്വൽ ടു നമ്മൾ 16 × 12, 2 6 12, ഇഷ്ടം 1 2 3 1 6 6 1 1 2 9 1 192. പിന്നെ ഒരു 0 കൂടി ഇല്ല, ഏതാ 0 ഇട്ടു. പിന്നെ ഒരു പയ്യും കൂടി ഉണ്ട്. ഇത്രയും രൂപയായിരിക്കും. നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മൾ എന്താ പൈക്ക് വാല്യൂ കൊടുത്തിട്ട് ഗുണിക്കണം കേട്ടോ. അപ്പോഴേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഫുള്ളായിട്ട് ഗുണിക്കലൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. തൂണിന് നമ്മൾ മൊത്തത്തിൽ മുകളിലൊന്നും പെയിന്റ് അടിക്കണില്ല. നമ്മൾ ഒരു തൂണിന്റെ ഇത്ര ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പം ഒരു സാധനത്തിന്റെ, ഒരു വൃത്തസ്തംഭത്തിന്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പെയിന്റ് അടിക്കണം. നിലവിൽ ഈ തൂണിന്റെ ഇവിടെ മാത്രമേ കാണൂ. തൂണാകുമ്പോ എന്താ, ഓപ്പൺ തൂണല്ല, ക്ലോസ്ഡ് തൂണാണ്. മുകളിൽ റൂഫുമായിട്ടും താഴെ ബേസുമായിട്ടും കണക്റ്റഡ് ആണ്. മുകൾ ഭാഗവും താഴെ ഭാഗവും കാണുന്നില്ല. അപ്പൊ അവിടെ ഒന്നും പെയിന്റ് ഇല്ല. നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ എങ്ങനെ, ആൾക്കാർ കാണുന്നിടത്ത് മാത്രമല്ലേ പെയിന്റ് അടിക്കുള്ളൂ. ഒരു തൂണിന്റെ ഈ ഭാഗം മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുത്തത്. ഓക്കെ, തൂണായതുകൊണ്ടാണ്. അപ്പൊ ഓരോ സാധനങ്ങളാകുമ്പോൾ ഇങ്ങനെ ഒരു പാത്രമാണെങ്കിൽ ഇയാൾക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ എന്താ, ഇവിടെ പെയിന്റ് അടിക്കേണ്ടി വരും, ഇവിടെയും പെയിന്റ് അടിക്കേണ്ടി വരും, ഇവിടെയും പെയിന്റ് അടിക്കേണ്ടി വരും. അപ്പൊ ഈ 3 ആൾക്കാരെയും കണ്ടിട്ട് വേണ്ടി വരും, ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അടുത്തൊരു ചോദ്യം ചിലപ്പോൾ അങ്ങനെ കേൾക്കും വരാം. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് 208 പേജിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കലാണ് നമ്മുടെ വളരെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ എന്താന്ന് വായിച്ചു നോക്കാം.
1.20 മീറ്റർ നീളമുള്ള ഒരു റോളറിന്റെ വ്യാസം 80 സെന്റിമീറ്റർ ആണ്. 80 സെന്റിമീറ്റർ ആണ്. 1.20 മീറ്ററുമാണ്. 80 സെന്റിമീറ്റർ ആണ് ഇത് ഒരു പ്രാവശ്യം കറക്കുമ്പോൾ നിരപ്പാകുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു പിക്ചർ ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആക്കി വെക്കണം. JCB പോലത്തെ ഒരു ചെങ്ങായി ഉണ്ടായില്ല, അത് വേറെ റോഡറാണ്. അതായത് റോഡ് നമ്മൾ നിരപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെങ്ങായിയാണ് അത്. അപ്പൊ അതില് ആ റോളർ ഉണ്ട്. ആ വാഹനത്തിന്റെ റോളർ ഏകദേശം ഇങ്ങനെയാണ്. ഇതാണ് റോളർ എന്ന് പറയുന്നത്. ഇതല്ലേ റോളർ. അപ്പൊ അത് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ചിത്രമായിട്ട് വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ വരും നമ്മൾ ആ റോളർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, റോളറിന് എന്താ ഇവിടെയൊക്കെ ഓപ്പൺ ആണ്. അല്ലേ. ഇതേപോലെ ക്ലോസർ അല്ല, ഓപ്പൺ ആണ്. ഇതേപോലെ ഷേപ്പാണ്. ഇയാൾ ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് പ്രിസാണ്? സർക്കുലാർ പ്രിസം അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സിലിണ്ടർ ആണ്. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? 1.20 മീറ്റർ നീളമുള്ള റോളർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നീളം ഇതാണ് നീളം. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ആരാണ്? അതൊക്കെ നമുക്ക് ആലോചിക്കണം. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 1.20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ? വ്യാസം 80 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. വ്യാസം സർക്കിളിനായിരിക്കും അല്ലെങ്കിൽ വൃത്തത്തിനായിരിക്കും എപ്പോഴും വ്യാസം ആരൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് എത്രയാ? വ്യാസാണ് 80 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. 80 സെന്റിമീറ്റർ. ഒരാൾ സെന്റിമീറ്ററിലും ഒരാൾ മീറ്ററിലുമാണ്. അയാളൊക്കെ നമ്മൾ മാറ്റും. ഇപ്പൊ നമ്മൾ ചോദ്യം നോക്കാം. ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഈ റോളറിന് നമ്മൾ ഒരു പ്രാവശ്യം കറക്കുന്നുണ്ട് അല്ലെ. ഇതേപോലെ കറക്കും ഒരു പ്രാവശ്യം, ആയിക്കോട്ടെ, കറക്കിക്കോട്ടെ. നിരപ്പാവുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര? അപ്പൊ എന്താ ചെയ്യാം? ഒരു സ്ഥലം നിരപ്പാവും. ആ നിരപ്പാവുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് ഇയാളെ ഞാനൊന്ന് കറക്കി കഴിഞ്ഞാൽ ഇത് ഒരു വട്ടമല്ലേ കറങ്ങുന്നത്? ഇത് ഒരു വട്ടം കറങ്ങുന്നതിന് തുല്യമല്ലേ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്? എന്തിന്റെ പരപ്പളവാന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, ഇവിടെ പാദ പരപ്പളവല്ല, അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ അല്ല നമ്മളോട്, അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ അല്ല. പരപ്പളവ്, എന്തിന്റെ പരപ്പളവാണ് കാണുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ ചോദ്യത്തിൽ. എടാ, ഇയാളെ ഞാൻ ഇങ്ങനെ കറക്കുമ്പോ എന്താ? ഇയാളെ ഞാൻ എത്രയും ഭാഗമുണ്ട്. ഇയാളെ കറക്കുമ്പോ എന്തായിരിക്കും നമുക്ക്? ഇയാൾ ഇങ്ങനെ കറങ്ങി വരിക, താഴെ നിരപ്പാവുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ കറക്കുമ്പോ നിരപ്പാവണത് എന്താ? ഇത്ര ഭാഗങ്ങളാണ് നിരപ്പാവണത്. അപ്പോ ഇതിന്റെ പരപ്പളവാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ ഏരിയ. ഇത് എന്ന് പറഞ്ഞത് ആരാ? ഇത് എന്ന് പറഞ്ഞത് എന്താ? വക്രതലം അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ആണ്. അപ്പൊ കെർവ്ഡ് സർഫസിന്റെ ഏരിയ ആണ് കണ്ടത്. അതിൽ വക്രതലത്തിന്റെ പരപ്പളവ് കണ്ടാൽ മതിയായിരിക്കും. ഇയാളുടെ പരപ്പളവിന് തുല്യമായിരിക്കും. ഓക്കെ, നമ്മളത് കാണാൻ. ഇത് വക്രതലത്തിന്റെ പരപ്പളവ് കാണുക എന്ന് പറയുന്നതാണ് നിലവിൽ നമ്മുടെ ചോദ്യം. ആ സാധനത്തേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മളെ തലവണ്ട എന്ന് പറയുന്നത്. നമ്മൾ എഗൈൻ ഉത്തരത്തേക്ക് നമ്മൾ വരികയാണ്. ആ ഉത്തരത്തേക്ക് വരുമ്പോൾ ഒരാൾ മീറ്ററിലാണ്, ഒരാൾക്ക് സെന്റിമീറ്ററിലാണ്. അയാളൊക്കെ നമ്മൾക്ക് മാറ്റും. വക്രതല നമ്മൾ എഴുതാണ് വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ഏരിയ. വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ഏരിയ ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സിലിണ്ടറിന്റെയും ഇയാൾ വക്രതലം അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് കാണാൻ നമുക്കറിയാം. പാദ ചുറ്റളവ് അല്ലെങ്കിൽ ബേസ് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് എന്ന് നമുക്കറിയാം അല്ലെ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇതില് ബേസ് പെരിമീറ്റർ. എടാ, ഇയാൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? ഇയാളെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നോർത്തിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇയാള് എന്ന് പറയുന്നത് ഈ സ്തംഭത്തിന്റെ ഹൈറ്റ് ആയിരിക്കും, അതായത് ഉയരമായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. എഗെയിൻ ഇയാള് എന്ന് പറയുന്നത് എന്താ? പരപ്പളവിന്റെ ഈ ഡയമീറ്റർ ആണ്. അതിന് ഡയമീറ്റർ തന്ന റേഡിയസും കണ്ടുകൂടെ? കാണാം. നമുക്ക് ആദ്യം നമുക്ക് സെന്റിമീറ്ററിലുള്ള ആളെ ചെങ്ങായിനെ മാറ്റണം, അല്ലെങ്കിൽ ഇയാളെ നമുക്ക് ആരെയിലൊക്കെ മാറ്റാം. ഇയാളെയും ഒരേ അളവിലേക്ക് നമ്മൾ മാറ്റാം. ഇയാള് മീറ്ററിലാണ്. അതായത് ഹൈറ്റ്, ആരുടെ ഹൈറ്റ്? സ്തംഭത്തിന്റെ ഹൈറ്റ് ആണ്. സ്തംഭത്തിന്റെ ഹൈറ്റ് 1.20 മീറ്റർ ആണ്. ഇയാളെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ പോയിന്റ് അപ്പുറത്തേക്ക് എത്തും. 120 സെന്റിമീറ്റർ എന്ന് കിട്ടും ഹൈറ്റ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് റേഡിയസ് കണ്ടുകൂടെ? എത്രയാ റേഡിയസ്? നമുക്ക് 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അത് 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. പാദ ചുറ്റളവ്
പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്, അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ആണ്. ബേസ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ് ഇൻറ്റു ഉയരം, ഹൈറ്റ്. ദാ ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സിലിണ്ടറിന്റെയും വക്ര പരപ്പളവ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് 2πrh ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം മക്കളെ. ഓക്കെ ആണോ? എഗെയിൻ നമുക്കറിയാം 2r എന്ന് പറയുന്നതും ഡയമീറ്റർ എന്ന് പറയുന്നതും ഒരാളാണ്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 80 സെന്റിമീറ്റർ എന്ന് നമുക്കത് 2r പകരം കൊടുക്കാം. നമ്മൾ കണ്ടുവെച്ചോണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് 2 നമുക്കറിയാം, പൈ നമുക്കറിയാം, റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു 40 ആണ്. ഇപ്പൊ 2r പകരം 80 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഹൈറ്റും നമുക്കറിയാം 120 സെന്റിമീറ്റർ 120 ആണ് അല്ലെ, ഹൈറ്റ് 120 ആണ്. എഗെയിൻ നമ്മൾ ഇയാളിൽ നിന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. 2 × 40 എന്ന് പറയുന്നത് എത്ര? 80. അപ്പോ 80 × π × 120 എന്ന് കിട്ടും. നമ്മളെന്താ ഇയാളെന്ന് ഗുണിക്കാൻ പോവാണ് മക്കളെ. നോക്കടാ, 2 8 16 ആണ്. 1 1 8 9 അല്ലെ, 2 0 അല്ലേ, 1 0 2 0 1 2, പിന്നെ ഒരു ആരുണ്ട്, പൈ ഉണ്ട് അല്ലെ. ഇതാണ് നമ്മൾ ഉത്തരം കഴിഞ്ഞോ? ഉത്തരം കഴിഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടത് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയാണ്. ഏരിയ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ. സെന്റിമീറ്ററിൽ ആക്കിയിട്ടുണ്ട്. ഇയാളെ ഇനി മീറ്റർക്ക് മാറ്റാണെങ്കിൽ മീറ്റർക്ക് മാറ്റാം, സെന്റിമീറ്ററിൽ ആക്കാൻ നമുക്ക് അറിയുമെങ്കിൽ ഇയാളെ നമുക്ക് തിരിച്ചു മീറ്റർക്ക് ആക്കിക്കോട്ടെ. നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് പരപ്പളവ് എത്ര സെന്റിമീറ്റർ ആണ് എന്നല്ല, അല്ലെങ്കിൽ പരപ്പളവ് എത്ര മീറ്റർ ആണ് എന്നല്ല, മീറ്റർ യൂണിറ്റിൽ ആക്കണം എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ നമുക്ക് കൊടുക്കാം. നമ്മളെ ചോദ്യത്തിൽ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞാൽ ഇയാളെ നമുക്ക് മീറ്റർക്ക് ആക്കണം, അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര സെന്റിമീറ്റർക്ക് ആക്കണം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 960 പൈ സെന്റിമീറ്റർ. ആവശ്യാനുസരണം പൈക്ക് വില കൊടുത്തിട്ട് നിങ്ങൾ ഗുണിച്ചെഴുതണം. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ചോദിച്ചിട്ടുള്ള പരപ്പളവ് വക്രതല പരപ്പളവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കലാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ചോദ്യം കിട്ടിയ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.